ഖിത്ബത്ത്, പെണ്ണ് കാണൽ ചടങ്ങ്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ മഹത്വത്തോടുകൂടെ ശറഅക്കിയ ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് ഈ പുതിയ തലമുറക്കിടയിൽ ഈ ഖിത്ബത്തിനെ പരിഷ്കരിക്കപ്പെട്ടുകൊണ്ട് നീണ്ടകാലത്തിലേക്കുള്ള ഫോൺ വിളികളും നീണ്ടകാലത്തിലുള്ള സോഷ്യൽ മീഡിയ വഴിയുള്ള ബന്ധങ്ങളിലേക്കുമാണ് ഇത് എത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെയെല്ലാം ഇസ്ലാം നോക്കിക്കാണുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, യഹ്റുമു തലദ്ദുദു ബിസൗത്തിൽ അജ്നബിയ്യ, ഒരു അന്യ സ്ത്രീയുടെ ശബ്ദം കൊണ്ട് ആസ്വദിക്കൽ, അവളുടെ ശബ്ദം കൊണ്ട് തമാശ രൂപത്തിൽ പെരുമാറുക, ഇതെല്ലാം ഹറാമാണ്. എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ച് അന്യ സ്ത്രീയുടെ ശബ്ദത്തിൽ നമ്മൾ ആസ്വദിച്ചിരിക്കുകയും അവളുമായി കൊഞ്ചിക്കുഴയുക എന്ന് പറയുന്ന ഈ സ്വഭാവങ്ങൾ അത് ഹറാമാണ്. അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചേർന്ന സ്വഭാവം അല്ല എന്നുള്ളതാണ് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത്. ഇതിന് രണ്ട് പ്രധാനപ്പെട്ട ദോഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഒന്നാമത്തേത് ഖൽവത്ത്. ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ഒരു സ്ഥലത്തിൽ ഏകാന്തതയോടുകൂടെ ഒരുമിച്ച് കൂടിയാൽ വലിയ അപകടകരമായ സംഭവങ്ങളിലേക്ക് അത് എത്തിച്ചേക്കാം. എന്നാൽ ഇതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ഫോണിലൂടെയുള്ള സംഭാഷണം വലിയ ഗൗരവപരമായ വലിയ ദോഷങ്ങളിലേക്ക് എത്തിച്ചേക്കാം. മറ്റൊന്ന്, പ്രായോഗികമായ ചില ദോഷങ്ങളെ കുറിച്ച് പറയുകയാണ് എങ്കിൽ, ഫോൺ വിളി, അമിതമായി ഫോൺ വിളിക്കുമ്പോൾ അമിതമായ താല്പര്യങ്ങളാണ് നമ്മൾ അവരിലേക്ക് നൽകുന്നത്. ഇങ്ങനെ അമിതമായ താല്പര്യങ്ങൾ നൽകി അവസാനം അവളെ വിവാഹം ചെയ്തു കൊണ്ടുവരുമ്പോൾ വേണ്ടോളമുള്ള സ്നേഹങ്ങളോ സംസാരങ്ങളോ ഒന്നും അവളിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം ഈ സംസാരങ്ങളും സ്നേഹങ്ങളും എല്ലാം വിവാഹത്തിന് മുമ്പുള്ള ഫോൺ വിളികളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയുള്ള ചാറ്റിങ്ങുകളിലൂടെയും നമ്മൾ അവൾക്ക് നൽകി കഴിഞ്ഞു. പിന്നീട് യഥാർത്ഥ ലൈഫിലേക്ക് അവർ കാലെടുത്ത് വെക്കുമ്പോൾ അവൾക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ സ്നേഹങ്ങളൊന്നുമില്ല, എല്ലാം കഴിഞ്ഞുപോയി, സംസാരങ്ങളെല്ലാം കഴിഞ്ഞുപോയി. പിന്നീട് അവളോട് സംസാരിക്കാൻ ഒരു മടി, സമയമില്ലായ്മ, ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. പിന്നീട് പറയുന്നു തെറ്റിദ്ധാരണകൾ. ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നത് പല വിഷയങ്ങളും ചിലപ്പോൾ യഥാർത്ഥ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിനേക്കാളും വലിയ തെറ്റിദ്ധാരണകളിലേക്ക് എത്തിക്കാൻ ഫോണിലൂടെയുള്ള സംസാരങ്ങൾ കാരണമായി വരുന്നു. അതുപോലെ രഹസ്യങ്ങൾ കൈമാറുക. ഫോണിലൂടെ നമ്മൾ സംസാരിക്കുന്ന സമയത്തിൽ കുടുംബപരമായ രഹസ്യങ്ങളും വ്യക്തിപരമായ രഹസ്യങ്ങളും, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ കാമുകിയാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണല്ലോ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണല്ലോ എന്നുള്ള മൈൻഡ് വെച്ച് നമ്മുടെ കുടുംബത്തിലുള്ള രഹസ്യങ്ങളും വ്യക്തിപരമായ രഹസ്യങ്ങളും അവളിലേക്ക് കൈമാറുകയും പിന്നീട് ആ ബന്ധം നിലനിൽക്കാതെ തകർന്നു പോവുകയും ചെയ്താൽ ഈ രഹസ്യങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ വലിയ കാരണങ്ങളായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പുള്ള നീണ്ടകാലത്തെ ഫോണിലൂടെയുള്ള സംസാരങ്ങളും സോഷ്യൽ മീഡിയ വഴിയുള്ള ചാറ്റിങ്ങുകളും നമ്മളത് ഉപേക്ഷിക്കലാണ് ഏറ്റവും സൂക്ഷ്മതക്ക് നല്ലത്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം. അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഖിത്ബത്ത്, പെണ്ണ് കാണൽ ചടങ്ങോടുകൂടെ അത് അവസാനിപ്പിക്കുകയും പിന്നീട് വിവാഹം എന്ന് പറയുന്ന വലിയ സത്കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുക.